വേഗൻ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് അല്ലെ. ഇതിലെ ഫുൾ ഡേ ത്യോഹാറും അതുപോലെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് വൺ വേർഡ് ആയിട്ട് ചോദിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് ലേഖാണ്. മുകേഷ് നൗട്ടിയാൽ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അത് ആദ്യം ശ്രദ്ധിക്കുക. ഇതൊരു കഥയല്ല, ഇതൊരു കവിതയല്ല. എന്താണ് ആ ബസന്ത് മേരെ ഗാവ് കാ എന്നുള്ളത് ഒരു മുകേഷ് നൗട്ടിയാൽ എഴുതിയിട്ടുള്ള ലേഖാണ്. അപ്പൊ ലേഖക് ആരാണ്? മുകേഷ് നൗട്ടിയാൽ. ബച്ചെ കുട്ടികള്, ബഡേ ലോഗ് അല്ലെ വലിയ ആളുകള്, ഫുൾ ഡേ ത്യോഹാർ, ചൈത്തി ഗീത്, പശു ചാരക്, ഇതൊക്കെയാണ് ഇതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളും. അതുപോലെ ഇവരെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു ലേഖ എവിടെയാണ് നടക്കുന്നത് ഒന്ന് പറഞ്ഞേ. ഉത്തരാഖണ്ഡിലാണ്, അത് മറക്കരുത്. ഓക്കെ, നോക്കൂ. ഫൂൽ ദേയി കിസ് ഋതു മേ മനായാ ജാതാ ഹെ. ഫൂൽ ദേയി ഏത് ഋതുവിലാണ് ആഘോഷിക്കുന്നത്? വസന്ത ഋതു മേ. ഉത്തരാഖണ്ഡ് മേ ബച്ചോं का प्रिय त्योहार कौन सा है? ഉത്തരാഖണ്ഡിലെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ത്യോഹാർ എന്താണ്? നോക്കിയേ, ഫൂൽ ദേയി ത്യോഹാർ. കോൺ ചൈത്തി ഗീത് ഗാത്താ ഹെ? ആരൊക്കെയാണ് ഇവിടെ ചൈത്തി ഗീത് പാടുന്നത്? ഔജികളാണല്ലേ. നോക്കൂ, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യം തന്നെയാണ് എന്ത് ഫൂൾ ദേയി ത്യോഹാർ എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരം പഠിക്കാതെ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കുകയാണ്? സമാചാർ പത്ര രപ്പട്ട് പഠിക്കുകയാണ്. അപ്പൊ നമ്മൾ സമാചാർ പത്ര രപ്പട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതെന്തൊക്കെയാണ്? അതെ, ആദ്യം നമ്മള് ദിനും താരീഖും എഴുതണം അല്ലേ. ഓക്കെ, ദിനും താരീഖും എഴുതി സമാചാർ പത്രം എപ്പോഴും ക്യാച്ചിങ് ആയ ഒരു ഹെഡിങ് വേണം. അപ്പൊ ധൂംധാം സേ ഫൂൽ ഡേ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തു. ഓക്കെ, ഇതെവിടെ നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ്. സ്ഥലവും കൊടുത്തു. നോക്കൂ, ഉത്തരാഖണ്ഡ് के हिमालयी अंचल में 21 दिनों से फूल डे का त्योहार मना रहे हैं. അല്ലെ, 21 ദിവസം കാത്ത് വെച്ചിട്ടാണ് ഈ ഫൂൾ ഡേ ത്യോഹാർ നടക്കുന്നത്. ये त्योहार पूर्ण रूप से बच्चों का द्वारा मनाया जाता है. അല്ലെ, അതായത് കുട്ടികളാണ് ഈ ഒരു ഫുൾ ഡേ ത്യോഹാർ ആഘോഷിക്കുന്നത്. ബഡോं की भूमिका सिर्फ सलाह देना मात्र रहा. വലിയ ആളുകള് കേവലം എന്താ ഉപദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിछली शाम चुने गए फूल घरों की दहरियों पर सजाए गए. ഇന്നലെ ശേഖരിച്ചു വെച്ച പൂക്കളൊക്കെ കൊണ്ട് വീടിന്റെ മുറ്റം അങ്കണം മൊത്തം എന്ത് ചെയ്യും? അലങ്കരിക്കുന്നു. जिनके घरों में फूल सजाए गए उन्होंने बच्चों को चावल गुड़ दाल आदि दिए है. ആരുടെ വീട്ടിലാണോ ഈ ഒരു ഫുൾ ഡേ ത്യോഹാർ ആഘോഷിക്കുന്നത് അവരെന്ത് ചെയ്യും? വരുന്ന ആളുകൾക്ക്, മറ്റു കുട്ടികൾക്കൊക്കെ എന്ത് കൊടുക്കും? ഗുഡ് കൊടുക്കും, ദാൽ കൊടുക്കും അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ചാവലൊക്കെ കൊടുക്കും. दक्षिणा में मिली यह सामग्री पूरे 21 दिन तक इकट्ठी की गई है. ദക്ഷിണയായിട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു സാമഗ്രി 21 ദിവസം സൂക്ഷിച്ചു വെക്കുകയും ഫൂൾ ദേയി കി വിദായി കെ സാത്ത് യ ഉത്സവ് കൽ സമാപ്ത് ഹുവ അല്ലെ. അതായത് ഫൂൾ ദേയി ത്യോഹാർ കഴിഞ്ഞിട്ട് അവസാന ദിവസമാണ് ഈ ഒരു ഉത്സവം അവസാനിക്കുന്നത്. അന്തിം ദിൻ, അവസാനത്തെ ദിവസം 21ാമത്തെ ദിവസം കൽ ഇക്കട്ടി കി ഗയി സാമഗ്രി സേ സാമൂഹിക് ഭോജൻ ബനായ ഗയാ ഹെ. അതായത് 21ാമത്തെ ദിവസം എന്ത് ചെയ്യും? സാമൂഹിക ഭോജൻ ഉണ്ടാക്കുകയും ചെയ്യും. त्योहार के बीच गांव वाले के लोकगीत अन्य कार्यक्रम भी इसके साथ चलाया. കൂടെയുള്ള ആളുകളെയൊക്കെ പാട്ടുകളും നാടൻ പാട്ടുകളും മറ്റു കലാപരിപാടികളും ഒക്കെ ഇവിടെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ്? അതെ, ഈ ഫോർമാറ്റ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ആണെങ്കിലും ഇവിടെ ഇതു മുതൽ ഇതുവരെ പറഞ്ഞത് ഫുൾ ഡേ ത്യോഹാറിന്റെ വിശേഷതയാണ്. അപ്പൊ ഫുൾ ഡേ ത്യോഹാറിന്റെ ടിപ്പണി പഠിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? സമാചാർ പത്ര രപ്പട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു കുട്ടി ഡയറി എഴുതുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അത് മാറ്റി എഴുതണം? അതെ, ഇതൊന്നും വേണ്ട. ഡയറി എഴുതുകയാണെങ്കിൽ ഇവിടെ ഇതൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക? ദിനും താരീഖും വേണം അല്ലെ. ദിനും താരീഖും വേണം. എന്നിട്ട് ആജ് കാ ദിൻ മേ കൈസേ ഭൂലു എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സംഭവം വേണ്ട, സ്ഥലമൊന്നും വേണ്ട. അവിടെ ആജ് കാ ദിൻ മേ കൈസേ ഭൂലു, കാരണം ഇന്ന് ഞങ്ങളുടെ നാട്ടില് ഫുൾ ഡേ ത്യോഹാർ ആയിരുന്നു. ബാക്കി ഇത് തന്നെ ഇതുവരെ എഴുതി കൊടുത്ത ഡയറി കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ലെറ്റർ ആണെങ്കിലോ? ലെറ്റർ ആണെങ്കിൽ ലെറ്ററിന്റെ ഫോർമാറ്റിൽ ഈ കണ്ടന്റ്. അപ്പോൾ ഫുൾ ഡേ ത്യോഹാറിന്റെ ഒരു ടിപ്പണി പഠിക്കുകയാണെങ്കിൽ ഈ ടിപ്പണിയുമായി ബന്ധപ്പെട്ട് വരുന്ന കത്തെഴുതാം, അതുപോലെ ഡയറി എഴുതാം, പിന്നെ എന്തൊക്കെ എഴുതാം? സമാചാർ റിപ്പോർട്ട് എഴുതാം, ഫുൾ ഡേ ത്യോഹാറിന്റെ വിശേഷതയും എഴുതാം. അപ്പൊ സിമ്പിൾ അല്ലേ ഈ ഒരു ചാപ്റ്റർ? അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.